മംഗളൂരുവിൽ സംസാരശേഷിയില്ലാത്ത യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തു. പശ്ചിമബംഗാൾ സ്വദേശിനിയാണ് ബലാത്സംഗത്തിന് ഇരയായത്. സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. ഉള്ളാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നേത്രാവതി നദിക്കടുത്താണ് സംഭവം. പശ്ചിമബംഗാൾ സ്വദേശിനിയായ സംസാരശേഷിയില്ലാത്ത യുവതിയെ മദ്യം നൽകി അബോധാവസ്ഥയിലാക്കി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് ഓട്ടോ ഡ്രൈവർ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മംഗളൂരു മുൾക്കി സ്വദേശി ഓട്ടോ ഡ്രൈവർ പ്രഭുരാജ്, കുമ്പള സ്വദേശി മിഥുൻ, മംഗളൂരുവിലെ താമസക്കാരനായ മണി എന്നിവരാണ് അറസ്റ്റിലായത്. മുന്നൂരു ഗ്രാമത്തിനും ഉള്ളാൾ നഗരസഭയ്ക്കുമിടയിൽ കേരള കർണാടക അതിർത്തിയിലുള്ള ബൊള്ള ഹൗസിന് സമീപമാണ് അതിക്രമം നടന്നത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് പ്ലൈവുഡ് ഫാക്ടറിയിൽ 3 വർഷത്തോളം ജോലി ചെയ്തിരുന്ന യുവതി ഉപ്പള സ്വദേശിയായ ആൺ സുഹൃത്തിനൊപ്പമാണ് ജോലി തേടി മംഗളൂരുവിലെത്തിയത്. ആൺ സുഹൃത്തുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് രാത്രിയിൽ തനിച്ചായ യുവതി സഹായത്തിനായി റിക്ഷാ ഡ്രൈവറെ സമീപിച്ചു. പിന്നീട് ഡ്രൈവർ ലഹരി നൽകി മറ്റു 2 പേരോടൊപ്പം ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. ബോധം വന്ന് ബഹളം വെച്ചതോടെ സംഘം യുവതിയെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് എത്തിയാണ് യുവതിയെ ആശുപത്രിയിലെത്തിച്ചത്. യുവതി നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായതെന്ന് മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ പറഞ്ഞു. Already the investigation is being done in this regard. We have detained these 3 people and we are doing the further investigation. As per the statement of the victim, we have registered rape case against the 3 accused and we are further investigating. ദേഹമാസകലം മുറിവേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് പിന്നിൽ കൂടുതൽ പേരുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 മംഗളൂരു. ഭാഷാവിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെ വീണ്ടും വെല്ലുവിളിച്ച എം കെ സ്റ്റാലിനും കമൽഹാസനും. തമിഴ്നാട്ടിലെത്തിയ മോദിയും അമിത്ഷായും തമിഴ് ഭാഷ സംബന്ധിച്ച വിഷയങ്ങളിൽ മറുപടി നൽകിയില്ലെന്ന് സ്റ്റാലിൻ ആരോപിച്ചു. തന്റെ പുതിയ ചിത്രമായ തഗ് ലൈഫിന്റെ ലോഞ്ചിങ്ങിനിടെയായിരുന്നു കമൽഹാസന്റെ പരിഹാസം. തമിഴ്നാട്ടിലെത്തി വിവിധ പരിപാടികളിൽ പങ്കെടുത്ത മോദിയും അമിത്ഷായും തമിഴ് ജനത ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ലെന്ന് എം കെ സ്റ്റാലിൻ. നീറ്റ് പരീക്ഷയിൽ നിന്ന് ഹിന്ദി ഒഴിവാക്കണമെന്ന ആവശ്യത്തിന് കേന്ദ്രം പ്രതികരിക്കുന്നില്ല. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടിയാണ് தங்களோட போராட்டம்னு முக்கியமந்திரி எம் கே ஸ்டாலின். இந்தியாவில் இருக்கக்கூடிய எல்லா மாநிலங்களுக்கும் சேர்த்து தான் தமிழ்நாடு போராடுது. நான் கேட்பது மாண்புமிகு ஒன்றிய உள்துறை அமைச்சர் அமித்ஷா அவர்களே, நீட் தேர்வில் விளக்கு தருவோம்னு உங்களால் சொல்ல முடியுமா? இந்தியை திணிக்க மாட்டோம்னு உங்களால் உறுதியளிக்க முடியுமா? தமிழ்நாட்டுக்கு இவ்வளவு சிறப்பு நிதியை கொடுத்திருக்கிறோம்னு பட்டியல் போட முடியுமா? തന്റെ പുതിയ ചിത്രമായ തഗ് ലൈഫിന്റെ ലോഞ്ചിനിടെയായിരുന്നു കമൽഹാസന്റെ നീക്കം. താൻ രാഷ്ട്രീയം പറയില്ലെന്ന് സൂചിപ്പിച്ചു തുടങ്ങിയ കമൽ പറഞ്ഞതാവട്ടെ ശക്തമായ രാഷ്ട്രീയ നിലപാട്. இந்தியாவின் தொடர்பு மொழியான ஆங்கிலத்தில் இல்லைங்க, இது பாலிடிக்ஸ் எல்லாம் இல்ல.